ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇതിന് 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 3/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവ ആണെങ്കിലും ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുക. നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇവിടെ 3 മിനിറ്റ് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3/4 കപ്പ് റവയിലേക്ക് 1 കപ്പ് വേണം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ റവ നല്ലൊരു കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഡോ ഒന്ന് ചെറുതായി ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പാനിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതേ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മെൽറ്റായി വരട്ടെ. ഒരു 5 മിനിറ്റ് ഇതിൽ നന്നായി ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഡൗ ചെറുതായി ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈദയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പക്ഷെ നല്ലൊരു ടേസ്റ്റ് പാൽപ്പൊടി തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് കുറച്ച് ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പം മാവ് നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് സോഫ്റ്റായി വരണ വരെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാവ് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് സെൻറ്ററിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നമുക്കിത് 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലാണ് ഇത് ഒന്ന് കുക്കായി വരുള്ളൂ. അപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം. ചൂടുള്ള ഷുഗർ സിറപ്പിൽ വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ അടിച്ച് വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു.